സമരക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ ഞെരുക്കി ഒഴിവാക്കുക ഈ സമരം എന്ന പദ്ധതി തന്നെയാണ് ഇപ്പോഴും സർക്കാരിനും സംവിധാനങ്ങൾക്കും ആകെ ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ കാര്യങ്ങളെല്ലാം തെളിയിക്കുന്നതാണ്. പോലീസ് ഇന്നലെ ചെയ്തതുപോലെ വല്ലാതെ തല്ലാനും മറ്റൊന്നും തയ്യാറായിട്ടില്ലെങ്കിലും അതിപ്പോൾ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം രംഗത്ത് വരികയും വലിയ മാധ്യമ ശ്രദ്ധ അതിനെ കിട്ടുകയും ചെയ്തതൊക്കെ കൊണ്ടായിരിക്കണം ഒരുപക്ഷെ. എന്ന് മാത്രമല്ല, ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങൾ മാത്രമല്ല, അവർക്ക് ഇങ്ങോട്ട് തിരിയേണ്ടതായിട്ട് വന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇന്ത്യയിലെ ഒരു സംഭവം, വലിയ സംഭവം എന്ന നിലക്ക്, ലോകത്ത് തന്നെ ഒരു വലിയ സംഭവം എന്ന നിലക്ക് അതിനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലക്കുള്ള വലിയ ബ്രൂട്ടലായിട്ടുള്ള കഴിഞ്ഞ ദിവസം കണ്ടതുപോലുള്ള അറ്റാക്ക് ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ പോലീസും സംവിധാനങ്ങളും ജാഗരൂകരായിട്ട് നിൽക്കുക തന്നെയാണ് എങ്ങനെയെങ്കിലും ഈ സമരത്തെ പൊളിക്കാൻ എന്ന കാര്യത്തിൽ അതൊരു സംശയമില്ല. ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെക്കുറിച്ച് പറഞ്ഞത് കൊടും പാപം എന്നാണ്. ഗ്രേവ് സിൻ എന്നോ മറ്റോ ആണ് പറഞ്ഞത്. വളരെ വലിയൊരു പാപമാണത്. രാജ്യത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണ് ഈ കുഴപ്പം എന്നും കൂടെ അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ നീറ്റ് പരീക്ഷയുടെ കൊടും പാപം എന്ന് അദ്ദേഹം പറയുന്നു. പരീക്ഷാ ക്രമക്കേടിന് യഥാർത്ഥത്തിൽ അതേക്കാൾ കൊടും പാപമാണ് അതിനുശേഷം ഈ നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് ഏതൊരു മനുഷ്യനും പറയും. അതായത് പ്രായത്തിൽ 20-നും 25-നും ഇടയിൽ മാത്രമുള്ള, 20-ല്ല 18-ന് ശേഷമുള്ള 15 മുകളിലേക്കുള്ള ആളുകളെ മുഴുവൻ ഇങ്ങനെ ക്രൂരമായിട്ട് തള്ളിയിട്ട് അതിലൊരാൾ മരണാസന്നയായിട്ട് അവിടെ കിടക്കുന്നതാണ് കൊടും പാപം. ആ കൊടും പാപം ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അടക്കമുള്ള രാജ്യ ഭരണ സംവിധാനങ്ങളുടെ മൂക്കിന് താഴെയാണ് ഇത് നടന്നത് എന്നും ആ കുടുംബാപത്തിൻ്റെ ലിസ്റ്റിൽ വരും. ഇന്ന് മാത്രമാണോ, ഇന്ന് ഈ നേരമായിട്ട് പോലും ഇതേക്കുറിച്ചൊരു വാക്കുമിണ്ടാൻ ഈ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രി വേണ്ടിയിട്ടില്ല, ആഭ്യന്തരമന്ത്രി വേണ്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, എന്തിനാണ് തല്ലിയത്? വളരെ ന്യായമായൊരു ആവശ്യമായിട്ട് ചെന്ന സമരം നടത്തിയ ആളുകൾക്കെതിരെയാണ് ഈ പറയുന്ന അതിക്രമം നടന്നത് എന്ന് മാത്രമാണോ ഹർഷ? അതായത് ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകളെ വയലൻസിലൂടെ നിശബ്ദരാക്കാനാണ് ഇവർ പലപാട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ടോവിനോ തോമസിൻ്റെ വീട്ടിന് മുന്നിൽ സമരം നടത്തുകയാണ്. അത് ഈ പറയുന്ന പോലെ ഒരു നിശബ്ദമായ സമരമാണ് എന്നെങ്കിലും കാണാം. പക്ഷേ വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന ചെറിയൊരു പെൺകുട്ടി, സിനിമയിലേക്ക് തന്നെയും വന്നിട്ടില്ലാത്ത, ഈ കാലെടുത്ത് വെക്കുന്നേ ഉള്ളൂ, അവർ ഒരു നിസ്സാരമായി എന്ന് കണക്കാക്കാവുന്ന ഒരു 2 ലൈൻ അല്ലെങ്കിൽ ഇത്രയും കുറച്ച് ഒരു ഫേസ്ബുക്ക് സ്റ്റാറ്റസിനോ അല്ല ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ടതിൻ്റെ പേരിലാണ്. അതിനകത്ത് എന്താ അവർ പറയുന്നത്? വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ താരത്തിൻ്റെ മകള് ഈ കേന്ദ്ര സർക്കാരിനെ ഒരു വരി കൊണ്ടുപോലും തള്ളിപ്പറയുന്നില്ല. ഈ സംഭവത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്നു എന്ന് പോലും അതിനകത്തില്ല. പക്ഷം പിടിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്താണ്, യു ഡോണ്ട് ഹാവ് ടു അഗ്രി വിത്ത് ദ പ്രൊട്ടസ്റ്റേഴ്സ്. നിങ്ങൾ ഈ പ്രതിഷേധക്കാരോട് അനുകൂല നിലപാടുണ്ടാകണമെന്ന് പോലുമില്ല. നിങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളോട് അനുകൂല നിലപാട്, പിന്തുണയുണ്ടാകണമെന്ന് പോലുമില്ല. നിങ്ങൾക്ക് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംഘടനകളോട് ഒരു അനുഭാവം ഉണ്ടാകണമെന്നില്ല. അവർ പറയുന്നത് പക്ഷേ ഇങ്ങനെ മർദ്ദിക്കാമോ എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇങ്ങനെ തല്ലാമോ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. എന്താണ്, ഒന്നുകൂടെ വായിക്കാം ഞാനത്. പ്രതിഷേധക്കാരോട് നിങ്ങൾ യോജിക്കണമെന്നില്ല, അവരുടെ ആവശ്യങ്ങളെ നിങ്ങൾ പിന്തുണയ്ക്കണമെന്നില്ല, അതിൽ പങ്കാളികളായ സംഘടനകളെ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് പോലുമില്ല. പക്ഷേ സ്വന്തം ശബ്ദമുയർത്തുന്ന പൗരന്മാർക്ക് മറുപടിയായി സംഭാഷണത്തിന് പകരം അതിരുകടന്ന ബലപ്രയോഗമാണ് സ്വീകരിക്കപ്പെടുന്നതെങ്കിൽ നാം ഓരോരുത്തരും ഒന്ന് നിർത്തി ചിന്തിക്കണം. നമ്മുടെ ജനാധിപത്യം ഏത് ദിശയിലേക്കാണ് പോകുന്നത്? കാരണം നാളെ ഒരുപക്ഷെ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ നഗരം, നിങ്ങളുടെ അയൽപ്പക്കം, നിങ്ങളുടെ സ്വന്തം കുടുംബം ഇതുപോലത്തെ പ്രശ്നത്തിൽ പെടാമെന്ന് പറയുക മാത്രമാണ് അവർ ചെയ്തത്. അവർ സർക്കാരിനെ തള്ളിപ്പറയുകയോ അവർ പോലീസിനെതിരെ ഒരു വാക്ക് പറയുകയോ, വയലൻസ് എന്തിന് എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അവർ വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന ഈ പെൺകുട്ടി, മോഹൻലാലിൻ്റെ മകൾ ഇപ്പോൾ സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് കവിതാ സമാഹാരം പുറത്തിറക്കിയ ഒരാളാണ്. എന്ന് വെച്ചാൽ അവരുടെ ഉള്ളൊരു ആർട്ടിസ്റ്റുണ്ട്, അവരുടെ ഉള്ളിൽ എഴുത്തുകാരിയുണ്ട്, അവർ കാര്യങ്ങളെ സെൻസിറ്റീവായിട്ട് കാണുന്ന ഒരാളായിരിക്കണം. അങ്ങനെയുള്ള മനുഷ്യർക്കുള്ളിൽ, അങ്ങനെയുള്ള BJP-ക്കാർ പോലുമായിട്ടുള്ള എത്രയോ മനുഷ്യർക്കുള്ളിൽ ഈ അടി, തല്ല്, തലപൊട്ടിക്കിടന്ന് പെല്ലറ്റ് ശരീരത്തിലേറ്റ് വാങ്ങിയിരിക്കുന്ന കുട്ടികളുടെ ദൃശ്യങ്ങൾ അങ്ങേയറ്റം ട്രോമ ഉണ്ടാക്കും, വലിയ വിഷമം ഉണ്ടാക്കും. എന്തെങ്കിലും ഒരു വരി പറയാൻ തോന്നും. അത് ആ വഴിക്ക് പോകട്ടെ, അത് അവരുടെ ബുദ്ധിമുട്ടുകളാണല്ലോ പറയുന്നത് എന്ന് കണക്കാക്കുന്നവർ അതിനോടും വയലൻസാണ്. ഇതിന് താഴെ, ഈ വരുന്ന വാർത്തകൾക്ക് മുഴുവൻ താഴെ എന്തൊക്കെയാണ് മോഹൻലാലിനെ ചേർത്തിട്ടും അദ്ദേഹത്തിൻ്റെ സഹോദരനെ ചേർത്തിട്ടുമൊക്കെ ഇവരെ ഇങ്ങനെ പരിഹസിക്കുകയും മറ്റും ചെയ്യുകയാണ് ഈ പറയുന്ന ആളുകൾ. വയലൻസിൻ്റെ അന്തരീക്ഷമാണ് രാജ്യമെമ്പാടും തന്നെയുള്ളത്. ഈ എങ്ങനെയെങ്കിലും, പക്ഷേ സമരക്കാർ ഒരു പരിധിക്കപ്പുറത്തേക്ക് താഴ്ന്നു നിന്നിട്ട് എങ്ങനെയെങ്കിലും ഈ ഡയലോഗിലൂടെ കാര്യങ്ങൾ പറയണം എന്നാണ്. ഇന്നിപ്പോൾ ദുൽഖർ സൽമാൻ്റെ പോസ്റ്റ് അല്പം മുമ്പ് വന്നല്ലോ, ഡയലോഗിന് തയ്യാറാകുമെന്ന് അദ്ദേഹം പറയുന്നുള്ളൂ. ടോവിനോ തോമസും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നിങ്ങളെല്ലാവരും മാറണമെന്നോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നോ ഒരാളും ആവശ്യപ്പെടുന്നില്ല എന്ന് ഓർക്കണം. ഈ സിനിമാക്കാരും ആരും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. അത് സമരക്കാരുടെ ആവശ്യം. ആ സമരക്കാരാരാണ്? ഞങ്ങൾ ഈ തല്ലുകൊള്ളാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകളെ തല്ലി ഇവർക്ക് തോൽപ്പിക്കാൻ പറ്റും? എത്ര ആളുകളെ തല്ലി തോൽപ്പിക്കാൻ പറ്റും? ഈ
എങ്ങനെയാണ് ഈ പോലീസുകാർക്ക് ഇങ്ങനെ ക്രൂരരാകാൻ പറ്റുക എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. എങ്ങനെയാണ് ക്രൂരരാകാൻ പറ്റുക? അങ്ങനെയാണ്. അതായത് പെൺകുട്ടികളുടെ സ്വകാര്യ ശരീരഭാഗങ്ങളിലേക്ക് ലാത്തി കൊണ്ട് കുത്തുകയും അടിക്കുകയും ചെയ്യുന്ന ലൈംഗികാതിക്രമം എന്ന് ഉറപ്പായിട്ടും പറയാവുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അത്തരം 110 ദൃശ്യങ്ങൾ തൻ്റെ കൈവശമുണ്ട് എന്നാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതിക്ക് മുമ്പാകെ ഈ സമരക്കാരുടെ അഭിഭാഷകർ ചെന്ന് പറഞ്ഞത്. കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത ദൃശ്യങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എനിക്ക് വിഷയങ്ങളൊന്നും കാണണ്ട എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് കോക്രോച്ച് പാർട്ടിയോട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ നിന്നാണ് ഈ പാർട്ടി ഉണ്ടായത് എന്ന തരത്തിലെ രോഷമോ മറ്റോ ഉണ്ടാകും എന്ന് സംശയിക്കുന്ന ആളുകൾ അവിടെ ഇവിടെ കാണാം. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും ഡൽഹി ഹൈക്കോടതി പറഞ്ഞു ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള സമരമാണെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ആൾ വന്ന് അഭിഭാഷണം വന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണിത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള സമരമാകുന്നതെന്ന് ചോദിച്ചു. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കർഷക നമ്മൾ അടിവാങ്ങുമോ? അത് ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെടുമോ? അവിടെ ഒരു ജെനുവിൻ പ്രശ്നമുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം. നീറ്റ് പരീക്ഷയിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടായി, കൊടും പാപമാണ് എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെയും പറയുന്ന ഒരു സംഭവം ഉണ്ടായാൽ അതിനെതിരെ ഇത്രമാത്രം ആവർത്തിച്ച് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളതിന് ഉത്തരവാദിയായിട്ടുള്ള ആളെ ഒന്ന് മാറ്റി നിർത്തിയെങ്കിലും ചെയ്യൂ. ഞങ്ങളുടെ പോയ കുട്ടിയുടെ ആത്മാവിൻ്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും ഉത്തരവാദിയായുള്ള ആളുകളെ ഒന്ന് മാറ്റി നിർത്തൂ എന്ന മട്ടിൽ സമരം പറയുമ്പോൾ അതിനെതിരായിട്ടാണ് ആളുകൾ വരുന്നത്. ഇത് ഈ പറയുന്ന അദ്ദേഹം പറയാണ്, പ്രധാനമന്ത്രി പറയാണ് ഇത് രാജ്യത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണെന്ന്. ഇതൊരു നാഷണൽ ഉത്തരവാദിത്തമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുണ്ടൊരു ഉത്തരവാദിത്തം. ഈ രാജ്യം ഭരിക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെതായിട്ട് എല്ലാ സകല നന്മകളുടെയും ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. അദ്ദേഹം ഈ ലോകരാഷ്ട്രങ്ങളിലെല്ലാം അദ്ദേഹം പോകുന്നു, അദ്ദേഹത്തിന് വലിയ ആദരവ് കിട്ടുന്നു. എല്ലാ രാജ്യങ്ങളിൽ നിന്നും പുതുതായി ഉണ്ടാക്കിയ ആദരവിൻ്റെ അവാർഡ് പുരസ്കാരങ്ങൾ പോലും അദ്ദേഹത്തിന് കിട്ടുന്നു. എങ്ങനെയാണ്? ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രതിനിധി ആയതുകൊണ്ടല്ലേ. ഇന്ത്യയിലെ നന്മയുടെ അദ്ദേഹം കൂടെ ചേർന്നുണ്ടാക്കുന്നതാണെന്ന് തന്നെ സമ്മതിക്കുക, അത് ശരിയാണ്, അദ്ദേഹമാണല്ലോ പ്രധാനമന്ത്രി. പക്ഷേ അദ്ദേഹത്തിന് കൂടെ കിട്ടുന്ന അദ്ദേഹം ചെയ്യുന്ന ഈ രാജ്യത്തിൻ്റെ നന്മകളുടെ ഈ രാജ്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ മെച്ചമാണല്ലോ പ്രധാനമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഈ വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കുന്ന നേട്ടങ്ങളുടെ ആനുകൂല്യം കയ്യടി ആർക്കാ കിട്ടുക? അത് ഈ ധർമ്മേന്ദ്ര പ്രധാനാണ് കിട്ടുക. അപ്പോൾ അവിടെ ഇത്രയും വലിയൊരു കുറ്റമുണ്ടായി, ഇത്രയും വലിയ വീഴ്ചയുണ്ടായി, ഇത്രയും ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരായിട്ട് വിമർശനം ഉയരും. നോക്കൂ, ഇവിടെ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. ലാൽ ബഹാദൂർ ശാസ്ത്രി ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ രാജിവെച്ചു. അദ്ദേഹം ആ സംഭവത്തിന് ശേഷമാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതല്ലേ? ആണ്. അദ്ദേഹം 1956 ഈ റെയിൽ അപകടം ഉണ്ടായി, റെയിൽവേ മന്ത്രിയായിരുന്നു, അദ്ദേഹം രാജിവെച്ചു. പക്ഷേ അദ്ദേഹം പ്രധാനപ്പെട്ട പരമോന്നതമായിട്ടുള്ള പദവിയിൽ കുറച്ചു കാലങ്ങൾ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റി. അപ്പോൾ രാഷ്ട്രീയ ധാർമ്മികത കൊണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ തടയില്ല എന്നതിന് ഈ സംഭവം തന്നെ തെളിവാണ്. മുകളിലേക്ക് പോകും, താഴേക്ക് പോവില്ല. എന്തുകൊണ്ടാണ് പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാത്തത്? നോക്കൂ, ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മരിച്ചുപോയ കുട്ടികളുടെ ആത്മാവിന് ഒരു ശാന്തി കൊടുക്കാനും ഈ ഉത്തരവാദിത്തം വേണ്ട രീതിയിൽ ഏൽക്കപ്പെടുന്നുണ്ട്. തെറ്റുവന്ന ആളുകൾ അതിൻ്റെ പ്രാതിനിധ്യം ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകാൻ ഇവർ തയ്യാറാകുന്നുണ്ടെന്ന് ആശ്വാസം കിട്ടാൻ ഇദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാത്ത എന്താണ്? പലരും പറയുന്നതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കാരണം ഇതിന് വഴങ്ങിയാൽ, ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ അയോധ്യയിലെ സംഭവങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് യോഗി ആദിത്യനാഥ് രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നാലോ, നാളെ മറ്റൊരു പ്രശ്നം എഥനോൾ കേസുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട സമരം വന്നാൽ അതിൻ്റെ ബന്ധപ്പെട്ട ആൾ രാജിവെക്കേണ്ടി വരില്ലേ എന്നതുപോലുള്ള രാഷ്ട്രീയ ആകുലതകൾ ഈ സർക്കാരിന് അതിൽ നിന്ന് തടയുന്നുണ്ട് എന്ന് കേൾക്കുന്നു. വേണ്ട, അതൊന്നും അവിടെ ഞാൻ പറയുന്ന അത്തരം കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ ഇത് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുടെ ഭാവിയെ ആകപ്പാടെ ചോദ്യത്തിലാക്കിയ കാര്യമാണ്. മറ്റതൊക്കെ രാഷ്ട്രീയമായിട്ട് നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഇത് ഈ കുട്ടികളൊക്കെ മരിച്ചു, അവരില്ലാതായി, അവരുടെ രക്ഷിതാക്കളുടെ കണ്ണീരും ഈ സമരം ചെയ്യുന്ന ആളുകളുടെ ചോരയും ആ സ്ഥലത്ത് വീണു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് മാറി നിൽക്കണം എന്ന് ധർമ്മേന്ദ്ര പ്രധാനോട് ആവശ്യപ്പെടാൻ എന്താണ് ഈ സർക്കാരിൻ്റെ മടി എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത്രയും വലിയ നിഷ്ഠൂരമായിട്ടുള്ള കാര്യങ്ങൾ ഡൽഹി പോലീസ് ഇങ്ങനെ അനുവദിക്കപ്പെട്ട അധികാരം ഉപയോഗിച്ച് അവർ ചെയ്തപ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി, മന്ധ്യവയോധികരും കൂടിയായുള്ള പ്രധാനമന്ത്രി മിണ്ടുന്നില്ല? അദ്ദേഹം ചെറുപ്പക്കാരനായ ഒരാളല്ലല്ലോ, എത്രയോ മുതിർന്ന ഒരാളാണ്. അദ്ദേഹം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്. അദ്ദേഹം മൻ കി ബാത്തിലൂടെ ആളുകളോട് സംവദിക്കുന്ന ഒരാളാണ്. കരുണാരൂപിയായിട്ട് എല്ലാ ദിവസവും ഇതിൽ സംസാരിക്കുന്ന കാരുണ്യമുള്ള ഒരാളാണ് അദ്ദേഹം. എന്തുകൊണ്ട് ഈ കുട്ടികൾ അവിടെ തല്ലപ്പെടുമ്പോൾ, ഇത്ര ക്രൂരമായിട്ട് തല്ലി ചതക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മിണ്ടുന്നില്ല എന്ന ചോദ്യം സംഗതമല്ലേ? പ്രധാനമന്ത്രി മിണ്ടുന്നില്ല. രാജ്നാഥ് സിംഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതോ അനിഷ്ട ശക്തികൾ അതിനകത്ത് കയറിക്കൂടിയോണ്ടുള്ള കുഴപ്പം എന്താണ്? അമിത്ഷാ ഒന്നും മിണ്ടുന്നില്ല. അമിത്ഷാ മിണ്ടുക എന്ന് വെച്ചാൽ അമിത്ഷായുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിൻ്റെ കീഴിലെ ഡൽഹി പോലീസ് ഇങ്ങനെ ചെയ്യുമോ എന്ന ചോദ്യം സാങ്കത്യത്തോടെ ഇരിക്കില്ല. ഇതിപ്പോൾ നോക്കൂ, ഇവിടെ സിനിമാക്കാർക്ക് എന്ത് താല്പര്യ ഹർഷ, അതായത് ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ നിന്ന് പെടാൻ. അതിപ്പോൾ വിസ്മയ മോഹൻലാൽ ആയിക്കോട്ടെ, ടോവിനോ തോമസ് ആയിക്കോട്ടെ, ദുൽഖർ സൽമാൻ ആയിക്കോട്ടെ, ആസിഫ് അലി ആയിക്കോട്ടെ, ജോജു ആയിക്കോട്ടെ, സിനിമാക്കാർ എന്തിനാണ് അവർക്ക് ഇത്തരമൊരു രാഷ്ട്രീയ പ്രശ്നത്തിൽ ചെന്ന് പെടാൻ അവർക്ക് താല്പര്യമേ ഇല്ല. പക്ഷേ
അവർക്ക് ഇരിക്കാൻ പറ്റാത്ത വിധമുള്ള സമ്മർദ്ദത്തിലേക്കും ധാർമ്മികമായുള്ള സമ്മർദ്ദത്തിലേക്കും അവർ കൂടെ ഉൾപ്പെടുക. അത് ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്. അതിൻ്റെ കാരണം ഈ നീറ്റ് പരീക്ഷ നേരാവണ്ണം നടത്താത്തത് കൊണ്ടും അതിനെ തുടർന്ന് ആളുകൾക്ക് മരിക്കേണ്ടുന്ന സാഹചര്യം വന്നുകൊണ്ടും ഇത്ര വലിയ പ്രൊട്ടസ്റ്റ് രാജ്യത്താകെ ഉണ്ടാകുമ്പോൾ അവർക്ക് അതിൽ അഭിപ്രായം പറയാതെ പോകാൻ പറ്റാത്ത നിലവരുന്നത് കൊണ്ടാണ്. അഭിപ്രായം പറയുമ്പോൾ അവരുടെ ആത്മാവിൻ്റെ അഭിപ്രായം പറയാം. അവർ ആർട്ടിസ്റ്റുകളാണ്. ഞാൻ നേരത്തെ വിസ്മയ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ പോലെ അവർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് അവരുടെ ആത്മാവിൻ്റെ അഭിപ്രായങ്ങളെ പറയാൻ പറ്റൂ. അവരുടെ ആത്മാവിൻ്റെ അഭിപ്രായം അവരോട് പറയുന്നത് നിങ്ങളിതാ ഈ സമരത്തെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. കാരണം അവർ ദൃശ്യങ്ങൾ കാണുന്ന അതാണ്. അവരെന്നിട്ടും സമരത്തെ പിന്തുണക്കുന്നു, നിങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ മാറി നിൽക്കുന്നു അവരാരും പറയുന്നില്ല. അവർ പറയുന്നത് ദയവ് ചെയ്ത് ഈ മനുഷ്യരെ ഇങ്ങനെ തല്ലിച്ചതക്കരുത്. ഇങ്ങനെ തല്ലിച്ചതച്ചതിന് പകരം ഡയലോഗിലേക്ക് പോകൂ എന്ന് ദുൽഖർ സൽമാൻ പറയുകയാണ്. നിങ്ങൾ ഡയലോഗിലേക്ക് പോകൂ, അവരെ കേൾക്കാൻ തയ്യാറാകൂ. വിദ്യാഭ്യാസം പരമപ്രധാനമായിരിക്കുന്ന കുടുംബങ്ങളിലെ രക്ഷിതാക്കൾ കരയുകയാണ്, അവരോട് സംസാരിക്കൂ എന്നീ പറയുന്ന ഇത്തരം സങ്കടത്തോടെയുള്ള വർത്തമാനങ്ങൾ കേൾക്കാൻ ഒരു സർക്കാരിന് അധികാരമുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. ജനം തെരഞ്ഞെടുത്ത സർക്കാരാണ്. അവർക്ക് കോക്രോച്ച് പാർട്ടി പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവരോട് ചർച്ച ചെയ്തിട്ട് ധർമ്മേന്ദ്ര പ്രധാനോട് മാറി നിൽക്കൂ എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ BJPയും അവർക്ക് പിന്നിലുള്ള RSSും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളും ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും പോസിറ്റീവായിട്ടുള്ള സംഗതികളൊന്നും നമ്മുടെ മുന്നിലേക്കില്ല. പക്ഷേ ഈ സമരം ശക്തമാകും, അക്കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല.